നമ്മൾ ഈ ചൂണ്ടയിടാൻ പോകുമ്പോഴേക്ക് നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്കൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാശ് മുടക്കി മീൻ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ, കുറച്ച് മീനങ്ങ് കാശ് കൊടുത്ത് മേടിച്ചാൽ പോരെന്ന്. എന്നാലേ ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പെടാൻ തന്നെയാണ് താല്പര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് മീൻ പിടിച്ചോളാം, അതിൽ വേറെ ആരും സങ്കടപ്പെടേണ്ട. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഇതായിരുന്നുണ്ടല്ലോ ജോബിനുണ്ട് കേട്ടോ. ജോബിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാവരും ഒരു കമൻറ്റ് പറഞ്ഞാൽ ജോബിൻ മിണ്ടാതെ നിൽക്കുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴേക്കും നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്കൊന്നും സംസാരിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് ജോബിന് നമ്മുടെ വീഡിയോസ് ഇടയ്ക്കൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇൻട്രോ ഷോട്ടൊക്കെ കണ്ടല്ലോ, എടുത്ത മച്ചാനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ജോബിൻ നമ്മുടെ വീഡിയോഗ്രാഫറാണ്, പുറകെ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഷിമാനോ സെഡോണ C5000 XG എന്ന് പറയുന്ന ഫിഷിംഗ് റീലും അതുപോലെ തന്നെ പെന്നിൻ്റെ സ്ക്വാഡ്രൺ 7 ഫീറ്റ് ഫിഷിംഗ് റോഡുമാണ് കേട്ടോ. അവിടെയാണ് അറിയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ പുല്ലൊക്കെ ഉണ്ട്, അപ്പം വരാൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, എന്താണ് നമ്മളിത് അന്ന് നമ്മൾ ചൂണ്ട വന്നപ്പോഴേക്ക് ഇവിടെ നമ്മളിതൊരു മീൻ പോയായിരുന്നു. നമുക്ക് ഇന്ന് അവനെ പിടിക്കണം, എന്ത് വില കൊടുത്തും ഇന്ന് അവനെ നമുക്ക് പിടിക്കണം. കാരണം അന്ന് വലിയ ഫ്രോഗായിരുന്നു. ചെറിയൊരു വരാൻ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെറിയൊരു നാടൻ വരാല് കേട്ടോ. ഉണ്ടല്ലോ, തീരെ ചെറിയ വരാലാണ്. അപ്പോൾ ഇത്രയും ചെറുതിനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റിലീസ് ചെയ്യും. കാരണം ഇവരൊക്കെ പോയി വളർന്ന് വലുതായാലും നമുക്കിനി പിടിക്കാനുണ്ടാവത്തുള്ളൂ. പോയി ജീവിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പുള്ളി പോയി കേട്ടോ. ബാ. ണ്ടല്ലോ, ഇത് പാർപ്പാണ് കേട്ടോ. നമ്മളത് പാർപ്പിന് നേരത്തെ കണ്ടു, കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്ന മീൻ. അപ്പോൾ നമ്മൾ അതിനെ എറിയത്തില്ല, അതിനെ നമ്മൾ പിടിക്കാറില്ല സാധാരണ. അപ്പോൾ നമുക്ക് അടുത്ത മീൻ നോക്കാം. പാർപ്പില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന മീൻ നോക്കാം. വെട്ടിയിട്ടുണ്ട്, പക്ഷേ തവള വിട്ടു മീൻ. അടിപൊളി പച്ചാമര, നല്ല പെട്ടക്കുന്ന നാടൻ വരാല്. ഹായ്. കണ്ടല്ലോ, എന്നാണ് ജോബി വന്നത് കറക്റ്റ് സമയത്തായിരുന്നു. നമുക്ക് കിടുക്കൻ ക്യാമറയിലേക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ വരാല്. നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചു നാടൻ വരാലിനെയും വാഗേനെയും ചേർമീനിനെ എങ്ങനെ തിരിച്ചറിയുന്നതെന്ന്. നാടൻ വരാൽ എന്ന് പറയുമ്പോൾ ചെറിയ മഞ്ഞ ഷെയ്ഡ് കാണും. നിങ്ങൾ ചേർമീനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന് നടുക്കൂടെ എല്ലാം പൊട്ടായിട്ടുള്ള ചെറിയ ഓറഞ്ച് കളറിലുള്ള ഡോട്ട്സ് കാണും. വാഗ എന്ന് പറയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിനായിട്ട് നമുക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ഗ്രിപ്പറാണ് കേട്ടോ. ഇത്ര മീൻ അടിച്ചിട്ട് മീൻ ഊരി പോകുന്നില്ല. ഹെവി. ഞാനുള്ള സമയത്തൊന്നും മീൻ കിട്ടാതില്ലായിരുന്നു. അതിന്റെ പേരില് ഞാൻ വിചാരിച്ചു ഇവന്റെ എന്തോ രാശിയുടെ നാളിന്റെ നാളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതില്ലാതെ മാറിയിരിക്കുകയാണ്. നോക്ക് എങ്ങനെയുണ്ട്. നീ ഇതുവരെ ഇതേലും ആർട്ടിഫിഷ്യൽ ഫ്രോഗിൽ മീൻ പിടിക്കുന്നുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ? ഇതേലും മീൻ കിട്ടുമെന്ന് പറയുന്നത് വിശ്വസിക്കുവായിരുന്നു നേരത്തെ? ഇല്ല. കണ്ടോ, പറയുന്നത്. അപ്പൊ ജോബിന് നമ്മൾ ഫസ്റ്റ് മീൻ പിടിച്ച് ഇത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നൈസ് മാൻ. ഈ സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്ത ഞാനാണ്. ഓ, ആ കാര്യം പറയാൻ മറന്നുപോയി. ഇത് ജോബിന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. നമ്മളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ജോബിനാണ് സ്ഥലമാണിത്. അതായത് ഈ ചാണവടി തോടുപടി അല്ലേ? ചൂണ്ട മാത്രമല്ല, ഒറ്റല കുഞ്ഞും പിടിച്ചിട്ടില്ലേ? വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ചൂണ്ട മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ. ജോബിൻ ചൂണ്ട മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പണ്ട് കുഞ്ഞിലത്തെ ഭയങ്കര നൊസ്റ്റാൾജിയ അല്ലേ ഈ സ്ഥലമൊക്കെ.
അടിപൊളി സ്ഥലമാണ് അല്ലേ? നിങ്ങൾ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടോ, നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. അൺടച്ച്ഡ് പ്ലേസസ് ആണ്. ഹെവി സ്പോട്ട് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടില്ലേ? ഓ ഗൈസ്, ക്യാമറ ഓണാ. ഞാൻ ഒരിക്കലും മീൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ചുമ്മാ എടുത്ത പോളാ അവിടുന്ന്. ഗൈസ് അടിപൊളി വരാലേ. നമ്മൾ ഒരിക്കലും ഈ സാധനം കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാര്യം ഞാൻ ചുമ്മാ പോകുന്ന ഈ സൈഡിലോട്ട് ഞാൻ ലൂറ് വെള്ളത്തിൽ വരുന്നത് കരയെ വീണപ്പോഴേ അടിച്ച്. മീൻ സൈഡ് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ കരയെ വീണപ്പോഴേ അടിച്ചു കേട്ടോ. കിടു സെയിം സൈസ് വരാല്ലേ? അല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ ചെറുതാന്ന് തോന്നേ. ബക്കറ്റ് എന്ത് നമ്മുടെ അല്ല മീൻ്റെ അടിപൊളി അടിപൊളി. ശരി വേണേ, എടുത്തോ, വീഡിയോ എടുത്തോ. കിട്ടിയല്ലേ? ഇല്ലില്ല, അതാ പുല്ല തുടങ്ങിപ്പോയി. അയ്യോ, വീണ്ടും പുല്ലേടക്കി. സമയം ഇപ്പോൾ ഏകദേശം രാത്രിയായി, 6-6:30 ഇരുട്ടൊക്കെ ആയി. നമ്മളിപ്പോൾ പയ്യെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇവിടെ അധികം നേരം നിൽക്കുന്ന അത്രയ്ക്ക് സേഫ് അല്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും അല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ പയ്യെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നല്ല ഇരുട്ടാണ്. നമ്മളപ്പോൾ വീട്ടിലെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ് നമ്മൾ മീൻ പിടിച്ചത്. ഇന്നാണ് നമ്മൾ അതിനെ വെട്ടാൻ പോകുന്നത്. ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വരാൻ നമ്മൾ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് പീസേ എടുത്തിട്ടുള്ളൂ. കാര്യം ബാക്കി നമ്മൾ ജോബിന് കൊടുത്തു വിട്ടു. കാര്യം നമ്മൾ വരാൻ പിടിക്കുന്നത് വെട്ടുന്നതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ മീനച്ചിലാറ്റിൽ നിന്ന് പിടിച്ച് നമ്മുടെ നാടൻ ചൊവ്വാലി പരലാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒത്തിരി ഒന്നും കിട്ടിയില്ല. ആപ്പടെ 6 ഞങ്ങൾ പോയിട്ട് കിട്ടിയുള്ളൂ. കാര്യം മീൻ കിട്ടുന്ന ദിവസം അല്ലാതെ തോന്നുന്നു. വെള്ളമൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു. ആപ്പടെ 6-7 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മൾ അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ വറക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വരാല് കറി വെക്കുന്ന പാല് പിഴിഞ്ഞ കറിയില്ലേ, വരാല് പാല് പിഴിഞ്ഞ കറി. അതായത് ചെറിയ കറി, കുഞ്ഞു കറി, എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കറി. അപ്പോൾ കറി വെക്കുന്ന കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് പരല് വെട്ടാം കേട്ടോ. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഒഴിച്ചാണ് ക്ലീൻ ചെയ്യണേ. കുറച്ച് കല്ലുപ്പ് അതിലോട്ട് മീനിനെ ഇട്ടിട്ട്
നമ്മൾ കല്ലേലിട്ട് തേച്ചാൽ പോലും ചില സമയത്ത് മീൻ ഇത്രയും നന്നായിട്ട് വെളുക്കത്തില്ല കേട്ടോ. അതായത് മൺചട്ടിയിൽ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് തേച്ചെടുക്കാം. ഒരു ഉളുമ്പോ ഒന്നും കാണത്തില്ല. ഇനി നമുക്കിത് നന്നായിട്ട് വരഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതൊഴിച്ച് നമ്മുടെ മീൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മസാല തേച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നില്ല. വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും മുളക് പൊടിയും നാരങ്ങാനീരും മാത്രം. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വരാൽ പാല് പിഴിഞ്ഞ് കറി വെക്കാം. അതിനാദ്യം തേങ്ങ ചിരണ്ടി എടുത്തതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് നല്ല തേങ്ങാപ്പാലാക്കി എടുത്തതിന് ശേഷം ആ പാൽ ഒഴിച്ചാണ് നമ്മൾ മീൻ കറി വെക്കുന്നത്. നമുക്ക് ആദ്യമേ ഒരു സവോളയൊക്കെ പൊളിച്ച് അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് നമുക്ക് ഈ മീൻ കറി വെക്കാനുള്ള മസാല റെഡിയാക്കാം. നമ്മൾ വെട്ടി വെച്ച് വരാൽ കുറച്ച് പീസേ ഉള്ളൂ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പില, പിന്നെ നമ്മൾ ഓൾറെഡി പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു കഷ്ണം കുടംപുളി, പിന്നെ വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒരു മൺചട്ടിക്കകത്തോട്ടിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതിലോട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടല്ലോ, കൈ വെച്ച് അങ്ങനെ തിരുമ്മുമ്പോൾ ഉള്ള ആ മണം, നമ്മൾ എത്ര വലിയ കമ്പനിയുടെ കറി പൗഡർ ഉപയോഗിച്ചാൽ ഈ മണമൊന്നും കിട്ടത്തില്ല. നന്നായിട്ട് നമുക്കതിനെ തിരുമ്മി വെക്കാം. അങ്ങനെ തിരുമ്മിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കാം. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്കെടുത്ത് ഇതിലേക്കിടാം. നമ്മൾ ഒത്തിരി പുളി യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കുറച്ച് പുളിയെ യൂസ് ചെയ്യുന്നുള്ളൂ, കുളംപുളി. ഈ കറിക്ക് അധികം പുളിയുടെ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മീൻ കറി അടുപ്പേ വെച്ചു. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വറുത്തത് റെഡിയാക്കാം.
അപ്പോൾ നമ്മുടെ പരല് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് അല്ലേ? ഇത് പിന്നെ ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്മെല്ല് ചെയ്യുന്നതാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പറയാന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് അല്ലേ നീ? അമ്മച്ചി, നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ച നമ്മുടെ സ്വന്തം പരല്. അത് വരാല്. ഏറ്റവും വലുത് ആര് പിടിച്ചത്? ഇന്നത്തെ സ്കോർ എങ്ങനെയായിരുന്നു അറിയോ? അമ്മച്ചി 5 അല്ലേ അമ്മച്ചി? അമ്മച്ചി കണ്ടിന്യൂസ് ഇട്ടോണ്ടിരിക്കുക. ഒന്നും മിണ്ടാതിരിക്കുന്ന പോലും ഇല്ല. ഫുൾ ടൈം ചെന്നപ്പോ തൊട്ട്. അതുകൊണ്ട് അമ്മച്ചി നമ്മുടെ ഡ്രസ്സാണെങ്കിൽ അതുപോലത്തെ കൊള്ളാം. മീൻ ടേസ്റ്റ് ചെയ്യാൻ പോണോ? അമ്മച്ചി മീൻ ടേസ്റ്റ് ചെയ്തേ. അമ്മച്ചി മീൻ ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് പറ. ഞാൻ നോക്കില്ല. നമ്മുടെ പരല് ടേസ്റ്റ്. എന്ത് സുന്ദരം മീൻ. പാല കൊടിയുള്ള മീൻ ഞാൻ എടുത്തില്ല, അത് പിള്ളേർക്ക് കൊടുത്തേ. പാലപ്പൊടിയുള്ള മീനോ? അതോ ചൊവ്വാലി. എങ്ങനെയാണ് അമ്മച്ചി? നല്ല എല്ലാം സെയിം അല്ലേ? ഫ്രിഡ്ജിൽ പോലും വെച്ചില്ല. അല്ലല്ല, എല്ലാം ടേസ്റ്റ്. ചൊവ്വാലി വരാം. സാനി ടേസ്റ്റ് ചെയ്യും. അടുത്ത സാനി ടേസ്റ്റ് ചെയ്യും കേട്ടോ. അവിടെയൊക്കെ വരുവോ? ചൂടോടെ മീൻകറി ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സോറി ഫ്രൈ. അങ്ങനെയുണ്ട്. അല്ല, പരലെല്ലാം ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ അപ്പൊ മമ്മി എടുക്ക്. ഉണ്ടാക്കി തന്നെ മമ്മി ഏറ്റവും അവസാനമാണ് കഴിക്കുന്നത്. മമ്മിക്ക് ഇച്ചിരി കൂടുതൽ വേണം. കഴിച്ചു നോക്കി. മമ്മി പിടിക്കാത്തതുണ്ടല്ലേ? എങ്ങനെയുണ്ട്? കേട്ടോ, പിടിക്കാത്തവർക്കൊന്നും കൊടുക്കരുതെന്നോ ഞാൻ രണ്ടെണ്ണം പിടിച്ചല്ലോ കേട്ടോ. എന്നോട് പറയും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവര് മത്സരിച്ചു ചേട്ടായിപ്പോ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പറയാം ഒരു മീൻ പോലെ ഒന്നും കൊടുക്കണോ. എനിക്ക് ഒരെണ്ണം കിട്ടി. പിന്നെ എനിക്ക് ഇവിടെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കറിയുടെ കളറൊക്കെ എങ്ങനെയുണ്ട്? അത് ഇഷ്ടപ്പെടും അമ്മച്ചിക്ക്. കാരണം ഞാൻ അതിന്റെ ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അത് നല്ല ചാറായിരുന്നു. തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റാ കേട്ടോ. കൈ കൊണ്ട് എടുത്തില്ല, അതിന് മുമ്പ് നല്ല രുചി വന്നു. തേങ്ങാപ്പാലിന് മണം മതി. എങ്ങനെയാ മച്ചി? നല്ല കൊള്ളാൻ കൂട്ടാ. മമ്മീനെ കുറെ നാളായിട്ട് വീഡിയോയിൽ കുക്കിങ്ങിനത് കണ്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവരും പരാതി നമ്മൾ ഇന്നത്തോടെ മാറ്റിയിരിക്കുകയാണ്. സൂപ്പർ കറിയായിട്ടാണ്. 9 മണിയായപ്പോ മീൻ പിടിച്ചോണ്ട് വന്ന് ഞങ്ങൾ ഇവിടെ കറി വെച്ചിട്ടു. അതെ, ടേസ്റ്റ് നോക്കി. ഞാനായതുകൊണ്ടല്ലേ. ഇവരെല്ലാരും കൂടെ എന്നെ ഭയങ്കരമായിട്ട് കൊതിപ്പിക്കണം. കുറച്ച് ചോറിലോട്ട് കോരി ഒഴിച്ചിട്ട് നമ്മളിത് ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കുഴച്ചിട്ട് 2 പരലെടുത്ത് വെച്ച് എന്നിട്ട് ഈ കഷ്ണം കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പരലല്ല ഞാൻ എന്ന് നടക്കും. നേടെ അപ്പൊ നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ പോണം കേട്ടോ. കണ്ടല്ലോ, ഒന്നും പറയാനില്ല. മമ്മിയുടെ കറി അടിപൊളിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ കറിയാണ് കേട്ടോ. വലിയ പാടൊന്നുമില്ല. ട്രൈ ചെയ്താലും അതിന് മാത്രമുണ്ട്. നല്ല അടിപൊളി കറിയാണ് അല്ലേ? ചോറിന് കൂട്ടാൻ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ. എത്രയും പെട്ടെന്ന് കാണാം. താങ്ക് യു സോ മച്ച്.